ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് JC ആണ്. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സാർ എന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? നമുക്കറിയാം നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനകത്ത് ഏറ്റവും പ്രധാനമായും ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ദ റിവർ വാലി സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. പ്രധാനമായിട്ടും നദീതര സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ആൾക്കാർക്കും വെൽക്കം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അറിയാം, ദ റിവർ വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് നദീതര സംസ്കാരങ്ങളിലൂടെ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം 4 പ്രധാനപ്പെട്ട സിവിലൈസേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സിന്ധു നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് രണ്ടാമതായിട്ട് വരുന്നത് ഇതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ചൈനീസ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ചൈനീസ് സംസ്കാരത്തിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഈ 4 എണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ ഹാരപ്പയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഒന്നാമത്തെ ചോദ്യമാണ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിറ്റീസ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഹാരപ്പൻ നഗരങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക. ഹാരപ്പൻ നഗരങ്ങളുടെ പ്രത്യേകതകളാണ് എന്ത് ചെയ്യുന്നത്, എഴുതാൻ പറഞ്ഞുള്ളത്. അപ്പോൾ മക്കളെ നമുക്കറിയാം പ്രധാനമായും ഹാരപ്പയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, നഗരങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ്, ഇഷ്ടികകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ അറിയാം, ഓൾ ബിൽഡിങ്സ് വേർ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ്. അതായത് ചുട്ടെടുത്ത ഇഷ്ടികകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നിങ്ങൾ നോക്ക്, ഹൗസസ് വേർ ബിൽഡ് അലോങ് ദ ബോത്ത് സൈഡ് ഓഫ് ദി പ്ലാനറ്റ് സ്ട്രീറ്റ്. മക്കളെ പ്രധാനമായിട്ട് അവിടുത്തെ വീടുകൾ ഉണ്ടല്ലോ, തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ഒരു കൃത്യമായിട്ട് റോഡ് ഉണ്ടാവും, ആ റോഡിന്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, ദേ ഹാവ് എ എഫക്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റം. അവർക്ക് എന്തുണ്ടായിരുന്നു, നല്ല ഒരു മികച്ച അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു അല്ലേ. ഒരു ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ വീട്ടിൽ നിന്നും അഴുക്കുചാലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഓരോ വീട്ടിൽ നിന്നും ഇതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അഴുക്കുചാൽ സിസ്റ്റം അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് നിങ്ങൾ നോക്ക്, ദ ഡ്രെയിൻസ് വെർ ബിൽറ്റ് ഓഫ് ബേൺഡ് ബ്രിക്സ് ആൻഡ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്. അപ്പം നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് അഴുക്കുചാലൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് എന്താണ്, ചുട്ടിയെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. കൂടാതെ തന്നെ എന്തായിരുന്നു, അതിന്റെ മുകൾ ഭാഗം എന്തെയ്യുന്നു, അവർ ഇതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് എന്തിട്ടുണ്ടായിരുന്നു, മൂടിയിട്ടുണ്ടായിരുന്നു. മക്കളെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിട്ട് 1, 2, 3, 4 പോയിന്റുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചുകൂടാ. നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു 3 or 4 മാർക്കിനാണ് ഹാരപ്പയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സിറ്റീസിനെ കുറിച്ച് ചോദിക്കുക. നിർബന്ധമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, മസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് എന്താണ് പഠിക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് പഠിക്കേണ്ടത്, അത് മറ്റൊന്നല്ല മക്കളെ, ദ ഫാൾ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയുമായിട്ട് അല്ലെങ്കിൽ അധപതനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിർബന്ധമായും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ മക്കളെ നിങ്ങൾക്കറിയാം, ഇതുപോലെ ഫ്ലഡ് ആണ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ നിങ്ങൾ നോക്ക്, എക്സ്റ്റേണൽ ഇൻവേഷൻ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആക്രമണമാണ് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം ആര്യൻസ് അല്ലേ, ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതാണ് ഈ ഹാരപ്പയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഹിസ്റ്റോറിയന്മാർ പറയുന്നുണ്ട് അല്ലേ. അതാണ് ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണമാണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന കാട് വെട്ടിത്തടിക്കുന്നത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിലുണ്ടായ ഇതുപോലെ തന്നെ തകർച്ചയാണ് കാരണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് വൺ, എപ്പിഡമിക്സ് അല്ലെങ്കിൽ എന്താണ്, പകർച്ചവ്യാധികളാണ് എന്ത് ചെയ്യുന്നത് കാരണം എന്ന് പറയുന്നുണ്ട്. മക്കളെ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. മക്കളെ ഒറ്റ കാര്യം ഓർത്താൽ മതിടാ. അതായത് ഫ്ലഡ് ഉണ്ടല്ലോ, ഫ്ലഡ് നിങ്ങൾക്ക് അറിയാലോ, ഫ്ലഡ് അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം. ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ പുറമേ നിന്ന്, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലഡ് വരാറുണ്ട്. എങ്ങനെയാ വെള്ളം വരിക, പുറമേ നിന്ന് വെള്ളം വരികയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പുറമേ നിന്ന് ഇതേപോലെ തന്നെ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. പുറമേ നിന്ന് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും നോക്കിയാൽ മതി. പുറമേ നിന്ന് ഫ്ലഡ് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. മക്കളെ നിങ്ങൾ നോക്കിയാൽ പുറമേ നിന്ന് ഫ്ലഡ് വരികയാണെങ്കിൽ ഫ്ലഡ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ കാടുകൾ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാട് നശിക്കും അല്ലേ, കാടുണ്ടെങ്കിൽ കാട് നശിക്കും, ഉറപ്പല്ലേ, കാട് നശിക്കും. അതേപോലെ തന്നെ ഇതുപോലെ തന്നെ കൃഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൃഷി നശിക്കും. ഈ കൃഷി നശിക്കും, ഉറപ്പല്ലേ, കാട് നശിക്കും, കൃഷി നശിക്കും. അത് മാത്രമാണ് മക്കളെ, അല്ല പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയാൽ കാടുണ്ടാവും, കൃഷി ഉണ്ടാവും. അതേപോലെ തന്നെ അത് മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ ഈ വെള്ളമൊക്കെ പല സ്ഥലത്തും കെട്ടി നിന്ന് പല സ്ഥലത്തും എന്തുണ്ടാവും, പകർച്ചവ്യാധികൾ ഉണ്ടാവില്ലേ. പകർച്ചവ്യാധികൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് പകർച്ചവ്യാധികൾ, മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മക്കൾ ഓർത്ത് വെച്ചോളൂ, ഇതിലൂടെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു ഫ്ലഡിലൂടെ നമ്മൾ പഠിച്ചു. നിങ്ങൾ നോക്കി, ഒരു ഫ്ലഡ് വന്നാൽ, ഫ്ലഡ് എങ്ങനെയാണ് വരുന്നത്
പറയുന്നത് പുറമേ നിന്ന് ഉദ്ദേശിച്ചത് ഞാൻ എക്സ്റ്റേണൽ ഇൻവേഷൻ ആണ് ഉദ്ദേശിച്ചത്, പുറമേ നിന്നുള്ള ആക്രമണം. അപ്പൊ നോക്കി ഫ്ലഡ് അല്ലെ, ഈ വെള്ളപ്പൊക്കം പ്രധാനമായിട്ട് ഇതിന് തകരാനുള്ള കാരണമാണ്. അപ്പൊ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? കാട് നശിക്കും ഇല്ലേ, കാട് നശിക്കും. നിങ്ങൾ നോക്ക്, കാട് നശിക്കും എന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ കൃഷി നശിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഇല്ലേ, കൃഷി നശിക്കാറുണ്ട് ഫ്ലഡ് വരുന്ന സമയത്ത്. അതേപോലെ തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാവും, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എപ്പിഡമിക്സ് ഇല്ലേ, അതും എന്ത് ചെയ്തു, സെറ്റാക്കി. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലേക്ക് ഒരു ഫ്ലഡുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യും വരും. കാരണം ഫ്ലഡ് എല്ലാവർക്കും അറിയുന്നതാണ്, വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് എല്ലാവരും അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ വെള്ളപ്പൊക്കം നിങ്ങൾ എന്ത് ചെയ്താൽ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാരപ്പ തകർന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് വിട്ടുട്ടോ. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? ഇനി മക്കളെ, ഇത്ര ഹാരപ്പയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കാം. പ്രധാനമായിട്ടും അടുത്തത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരം, ഇതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഈ സയൻസ്, ശാസ്ത്രം, ഗണിതം എന്നിവയ്ക്കകത്ത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ വിലയിരുത്താനാണ് ചോദിച്ചത്. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ത് കോൺട്രിബ്യൂഷൻസ് ആണ് ഈ രണ്ട് മേഖലകൾക്കകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് നോക്കണം. എന്തൊക്കെയാണ് അവർ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് നിങ്ങൾ നോക്കി, ദേ ഫോർമുലേറ്റഡ് സോളാർ കലണ്ടർ. ഒന്നാമത് തന്നെ അവരൊരു കലണ്ടർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട് അല്ലേ, ഒരു കലണ്ടർ. അതെങ്ങനെയുള്ള കലണ്ടറാണ്? സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒരു സോളാർ കലണ്ടർ ആണ് എന്ത് ചെയ്യുന്നത്, അവർ തരുന്നത്. ഒരു സൗര കലണ്ടർ അവർ തരുന്നുണ്ട്. ആ കലണ്ടറിനകത്ത് മക്കൾ നോക്കിയാൽ മതി, എ ഇയർ ഹാഡ് 365 ഡേയ്സ്. ആ കലണ്ടറിനകത്ത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങളായിട്ടാണ് എന്ത് ചെയ്തത്, അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങളാണ്. അത് മാത്രമാണോ? അല്ല, എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻ ടു 12 months. ഒരു വർഷത്തിനെ ഒരു 12 മാസങ്ങളാക്കി മാറ്റി. ആൻഡ് യു ക്യാൻ സീ ദ 30 ഡേയ്സ് ഓഫ് ഈച്ച് അല്ലേ. അത് മാത്രമല്ല, ഓരോ മാസവും ഇതേപോലെ തന്നെ 30 ദിവസങ്ങളാക്കി എന്ത് ചെയ്തു, അവർ തിരിച്ചു. ഇനിയോ നിങ്ങൾ നോക്ക്, റിമൈനിങ് 5 days they were set aside for celebration. മക്കളെ, ബാക്കി വരുന്ന 5 ദിവസങ്ങൾ, ഒരു വർഷത്തിനകത്ത് 365 ദിവസങ്ങൾക്കകത്ത് ഒരു 5 ദിവസം, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു 5 ദിവസം ബാക്കി വരും. ആ 5 ദിവസം അവർ സെലിബ്രേഷന് വേണ്ടിയിട്ട്, ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റിവെച്ചത്. ഇതാണ് പ്രധാനമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ എന്തുണ്ടാക്കിയത്, ഒരു കലണ്ടർ ഉണ്ടാക്കിയത്. ആ കലണ്ടറിനകത്ത് ഒരു 365 ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവരുണ്ടാക്കിയിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ബാക്കി വരുന്ന 5 ദിവസങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവർ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്ക് മക്കളെ, ദേ കാൽക്കുലേറ്റഡ് ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾസ്. അത് മാത്രമല്ല, ഗണിതശാസ്ത്രത്തിനകത്ത് അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സാധനം ത്രികോണം, അതുപോലെ ചതുരം എന്നിവയുടെ വിസ്തൃതി അല്ലെങ്കിൽ ഏരിയ എന്ത് ചെയ്തിരുന്നു, അവർ കണക്കാക്കിയിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളാം. അതുകൂടാതെ മക്കളെ ശ്രദ്ധിക്കുക, അവർ ഇതുപോലെ തന്നെ ഈ നിഴലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്ത് ചെയ്തിരുന്നു, അവർ സമയം നിർണ്ണയിച്ചിരുന്നു കേട്ടോ. അതാണ് സൂര്യഘടികാരം അല്ലെങ്കിൽ സൺ ഡയൽ കേട്ടോ. അപ്പോൾ അവർ ഇതുപോലെ തന്നെ സൂര്യന്റെ നിഴലിനെ അടിസ്ഥാനമാക്കി, സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സൺ ഡയൽ അവർ പ്രവർത്തിച്ചിരുന്നു. ഒരു സൂര്യഘടികാരം അവരുണ്ടാക്കിയിരുന്നു. അത് മാത്രമല്ല, അവർ ഈ വാട്ടർ ക്ലോക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജലഘടികാരം, ഈ ജലപ്രവാഹത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ജലഘടികാരം എന്ത് ചെയ്തിരുന്നു, അവരുണ്ടാക്കിയിരുന്നു. ഒരു വാട്ടർ ക്ലോക്കും എന്ത് ചെയ്തിരുന്നു, അവരുണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ 2 കോൺട്രിബ്യൂഷൻസ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് സൺ ഡയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യഘടികാരം. രണ്ടാമത്തത് പ്രധാനമായിട്ടും വാട്ടർ ക്ലോക്ക് ആണ്. വാട്ടർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ജലഘടികാരം കേട്ടോ. ഇത് രണ്ടും ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ ഇത്രയും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ട് അടുത്തയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ, അടുത്തത് മെസോപ്പൊട്ടോമിയയുമായി ബന്ധപ്പെട്ടാണ്. മെസോപ്പൊട്ടോമിയയുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദ്യങ്ങൾ വരിക? നിങ്ങൾ നോക്ക്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ അച്ചീവ്മെന്റ്സ് ഓഫ് ദി മെസോപ്പൊട്ടോമിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി. മെസോപ്പൊട്ടേമിയൻ ജനതയുടെ ശാസ്ത്രരംഗത്തെ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഗണിതശാസ്ത്രം, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം എന്നിവയിൽ അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവനയാണ് ഇത് എന്നുള്ളത്. ഒന്നാമത്തെ നിങ്ങൾ നോക്ക്, അവരും ഇതേപോലെ തന്നെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈജിപ്തുകാർ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ ഇവർ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലെങ്കിൽ മൂണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സോ നിങ്ങൾ നോക്ക്, ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ഓൺ ദ ബേസിസ് ഓഫ് ദി മൂവ്മെന്റ് ഓഫ് മൂൺ അല്ലേ. ചന്ദ്രന്റെ ചലനത്തിനെ അടിസ്ഥാനമാക്കി അവർ എന്തിനുണ്ടാക്കി, ഒരു കലണ്ടർ ഉണ്ടാക്കി. ആ കലണ്ടറിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾ നോക്ക്, ഇയർ
ഇയർ ഇൻ ടു 12 months, ഒരു വർഷത്തിനെ ഒരു 12 മാസമാക്കി മാറ്റി. ഇനിയോ നിങ്ങൾ നോക്കി, എ മന്ത് ഇൻ ടു 4 weeks, ഒരു മാസത്തിനെ ഒരു 4 ആഴ്ചകളാക്കി മാറ്റി. അതുകൂടാതെ നിങ്ങൾ നോക്കി, എ ഡേ ഇൻ ടു 24 hours, അത് മാത്രമല്ല ഒരു ദിവസത്തിനെ അവർ 24 മണിക്കൂറാക്കി മാറ്റി. ഇതാണ് അവർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിനെ അവർ 12 മാസമാക്കി, ഒരു മാസത്തിനെ 4 ആഴ്ചയായിട്ട് അവർ വീണ്ടും തിരിച്ചു, അതുപോലെ തന്നെ ഒരു ദിവസത്തിനെ അവർ 24 മണിക്കൂറാക്കി മാറ്റി. ഇനി അത് മാത്രമാണ് അവരുടെ കോൺട്രിബ്യൂഷൻ? അല്ല, ഒരിക്കലല്ല. ദേ നോ ദ ഡിവിഷൻ ആൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ദ സ്ക്വയർ റൂട്ട്. മകളെ, പ്രധാനമായിട്ടും ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെക്കുറിച്ചുള്ള അറിവും ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന നമ്മുടെ മെസോപ്പൊട്ടോമിയക്കാർക്ക് ഉണ്ടായിരുന്നു, മെസോപ്പൊട്ടോമിയൻസിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് ഏതിൽ നിന്ന് പഠിക്കാനുള്ളത്? ഈ ചാപ്റ്ററിൽ നിന്ന്, ദ റിവർ വാലി സിവിലൈസേഷനിൽ നിന്നും നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. മകളെ, ഇത് കഴിഞ്ഞിട്ടോ? ഇത് ചാപ്റ്റർ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇതിന്ന് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ, 2-3 മാർക്കിനൊക്കെ ഇനി ചോദ്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ പറയുന്നറിയോ? നമ്മൾ ഇന്നും നാളെയായിട്ടൊക്കെ നടക്കുന്ന നമ്മുടെ ലൈവുകൾക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും? പറയും. അതുകൊണ്ട് എല്ലാ ആൾക്കാരും പബ്ലിക് ലൈവുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം എന്താ പറയുക, നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് സമയം നിങ്ങൾ എടുക്കും. മറിച്ച് നിങ്ങളൊരു ലൈവിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ പോയിന്റുകൾ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈവിനകത്ത് പറയും. മാക്സിമം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ, നിങ്ങൾക്ക് മാക്സിമം എക്സാമിനകത്ത് മാർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ലൈവിനകത്ത്, പബ്ലിക് ലൈവിനകത്ത് വരിക. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി എന്ത് ചെയ്യുക? വിളിച്ചു വരിക. സോ എല്ലാ ആൾക്കാർക്കും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം നമ്മൾ അടുത്തത് 9ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഏറ്റവും സൈലത്തിൻ്റെ ഏറ്റവും അടിപൊളി ഒരു ബാച്ച്, നിഞ്ച ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിഞ്ച ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. അടിപൊളിയാക്കി ഉഷാറായിട്ട് എന്ത് ചെയ്യുക? ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. സോ കാണാം മക്കളെ, ബൈ.